നൂറിലധികം വീടുകളിലായി മനുഷ്യർ തിങ്ങിപ്പാർത്തിരുന്ന ഒരു ഗ്രാമം. ഇപ്പോൾ അവശേഷിക്കുന്നത് മരങ്ങളും ചെളിയും നിറഞ്ഞ 30 വീടുകൾ മാത്രം. പഞ്ചായത്തിന്റെ രജിസ്റ്റർ പ്രകാരം 400-ലധികം വീടുകൾ മുണ്ടക്കയത്തിൽ ഉണ്ടായിരുന്നുവെന്നും ഇപ്പോഴുള്ളത് വെറും 30 വീടുകൾ മാത്രമാണെന്നുമാണ് പഞ്ചായത്ത് അധികൃതർ സാക്ഷ്യപ്പെടുത്തുന്നത്. ഒരു ഗ്രാമം മുഴുവനായിട്ട് കുത്തിയൊലിച്ചു വന്ന ദുരന്തത്തിൽ ഒഴുകിപ്പോയത്. ദുരന്തമുണ്ടായി ഒരു ദിവസത്തിന് ശേഷം മാത്രം മുണ്ടക്കയത്തിലേക്ക് രക്ഷാപ്രവർത്തകർ എത്തിയപ്പോൾ അവിടെ കണ്ടത് ചെളിയും പാറക്കല്ലുകളും കടപുഴകിയ മരങ്ങളും അങ്ങിങ്ങായി ഉടമകളെ തേടി അലയുന്ന കുറച്ച് വളർത്തു മൃഗങ്ങളെയും മാത്രമാണ്. അതെ, മുണ്ടക്കയത്തിൽ ഇനി ഒന്നും ബാക്കിയില്ല. പൂർണ്ണമായി തകർന്നടിഞ്ഞ് വീടുകൾ, വാഹനങ്ങൾ, ഉരുൾപൊട്ടലിൽ രൂപപ്പെട്ട മൺകൂനകൾ, അതിനപ്പുറം മണ്ണിനടിയിൽ പുതഞ്ഞു കിടക്കുന്ന മൃതശരീരങ്ങളും. കഴിഞ്ഞ ദിവസം കണ്ടതിനേക്കാൾ ഭീകരമായ കാഴ്ചകളാണ് ഇന്ന് മുണ്ടക്കയത്തിൽ നിന്നും കേരളം കാണുന്നത്. വലിയ പാറക്കല്ലുകൾക്കും മൺകൂനകൾക്കും അടിയിൽ തകർന്നടിഞ്ഞ വീടുകളിൽ നിന്നാണ് മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നത്. 10-20 മൃതദേഹങ്ങൾ ഒരു വീട്ടിൽ. രക്ഷ തേടി സ്വന്തം വീടുപേക്ഷിച്ച് അടിച്ചുറപ്പുള്ള മറ്റൊരു വീടുകളിലേക്ക് ഓടിക്കയറിയവരാവാം ഇതിൽ മിക്കവരും. എന്നാൽ അടിച്ചുറപ്പുള്ള വീടുകൾക്കോ 2 നില വീടുകൾക്കോ ഒന്നും ഈ വലിയ ദുരന്തത്തെ നേരിടാനായില്ല. ഇനി അത്ഭുതകരമായി രക്ഷപ്പെട്ടവരാകട്ടെ നേരിടുന്നത് വലിയ മാനസികാഘാതമാണ്. ഉറ്റവരെയും ഉടയവരെയും കാത്ത് ആശുപത്രികളിൽ തോറും കയറി ഇറങ്ങുന്നവരുടെയും പൊട്ടിക്കരഞ്ഞുകൊണ്ട് മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നവരുടെയും കാഴ്ച ഹൃദയഭേദകമാണ്. മാതാപിതാക്കൾക്കായും സഹോദരങ്ങൾക്കായും ഒക്കെ കാത്തിരിക്കുന്നവരും ക്യാമ്പുകളിലും ആശുപത്രികളിലും കാണാം. ഇന്നേവരെ കൂടെ ഉണ്ടായിരുന്നവർക്ക് എന്ത് പറ്റിയെന്ന് പോലും അറിയാതെയാണ് പല മനുഷ്യരും നിസ്സഹായരായി ക്യാമ്പുകളിൽ കഴിയുന്നത്. 100-ൽ കൂടുതൽ ആളുകളെ കാണാതായിട്ടുണ്ട് എന്നാണ് ഔദ്യോഗിക കണക്കുകൾ പുറത്തുവരുന്നത്. കഴിഞ്ഞ ദിവസം എത്തിച്ചേരാൻ കഴിയാതിരുന്ന പല പ്രദേശങ്ങളിലേക്കും ഇന്ന് സൈന്യം എത്തുന്നുണ്ട്. ഇവിടങ്ങളിലൊക്കെ എത്ര പേർ സഹായം കാത്തു കിടക്കുന്നെന്നോ എത്ര പേർ ജീവനിട്ട് കിടക്കുന്നെന്നോ എന്നും ആർക്കും അറിയില്ല. മരണസംഖ്യ ഇനിയും ഉയരും. രക്ഷാപ്രവർത്തനങ്ങൾ പൂർത്തിയാകുമ്പോഴേക്കും കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നാവും മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ. ചൂരൽമല മുണ്ടക്കൈ ഭാഗത്ത് സൈന്യത്തിന്റെ സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഇതിനിടെ ചാലിയാറിൽ നിന്ന് 3 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തിരുന്നു. 200-ലധികം പേരെ ഇനിയും കണ്ടെത്താനുണ്ട് എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. എന്നാൽ 98 പേരെയാണ് കാണാതായത് എന്നാണ് സർക്കാരിന്റെ ഔദ്യോഗിക കണക്ക് പറയുന്നത്. 4 സംഘങ്ങളായി 150 സൈനികരാണ് ഇപ്പോൾ ചൂരൽമലയിൽ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏഴിമല നാവികസേന അക്കാദമിയിലെ 60 അംഗ സംഘവും രക്ഷാപ്രവർത്തനത്തിന് ചൂരൽമലയിൽ എത്തിയിട്ടുണ്ട്. ലഫ്റ്റനന്റ് കമാൻഡ് ആശീർവാദിന്റെ നേതൃത്വത്തിലാണ് ഈ സംഘം എത്തി രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ മണ്ണിനടിയിൽ കിടക്കുന്ന എത്ര മൃതദേഹങ്ങളാണ് എന്നാണ് എല്ലാവരും കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. വയനാട് ദുരന്തത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്കായി ആവശ്യ സാധനങ്ങൾ സംരംഭിക്കുന്നതിന് എറണാകുളം ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ശേഖരണ കേന്ദ്രം തുറക്കുന്നുണ്ട്. ഇന്ന് രാവിലെ 9 മണി മുതലാണ് കടവന്ത്ര റീജിയണൽ സ്പോർട്സ് സെന്ററിൽ കളക്ഷൻ തുറന്നത്. കൂടാതെ കാലവർഷ ദുരന്തങ്ങൾ നേരിടാൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ട് ചെലവഴിക്കാൻ യഥേഷ്ടാനുമതി നൽകി ഉത്തരവും ഇറക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ദുരന്ത മേഖല സന്ദർശിക്കുവാനും സാധ്യതയുണ്ട്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സ്ഥലം സന്ദർശിക്കുന്നുണ്ട്. ആരോഗ്യമന്ത്രി വീണ ജോർജും വയനാട്ടിലേക്ക് എത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. 6 മന്ത്രിമാർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുമുണ്ട്. മോശം കാലാവസ്ഥ മൂലം രാഹുലും പ്രിയങ്കയും വയനാട്ടിലേക്കുള്ള യാത്ര ഉപേക്ഷിച്ചതായും അറിയിച്ചിട്ടുണ്ട്. ഇതെല്ലാം നടക്കുമ്പോഴും കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ദുരന്തമായി മാറുമോ എന്നാണ് എല്ലാവരും നോക്കുന്നത്. മണ്ണിനടിയിൽ ഉയരുന്ന ആ മുറവിളികൾ നിലയ്ക്കാതിരിക്കാൻ നമുക്ക് ഒന്നടങ്കം പ്രാർത്ഥിക്കാം. എല്ലാവർക്കും എല്ലാവരുടെയും ജീവൻ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടും നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം.